നമസ്കാരം. പൊരുതി ജയിക്കാതെ കാലിടറി വീഴുന്ന പടയാളി നിലത്ത് കിടന്ന് പലതും പിറുപിറുക്കുകയാണ്. ആ പിറുപിറുക്കലുകളിൽ കഷ്ടത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വളരെ പണ്ടുകാലത്തെ ഒരു കഥ ഇവിടെ പറയാം. കൊല്ലം ജില്ലയിലെ കടപ്പാക്കട എന്ന സ്ഥലത്ത് ബക്സ് എന്ന ഗുസ്തിക്കാരൻ കടന്നു വരികയാണ്. അയാൾ നല്ല ഒന്നാന്തരം പഞ്ചാബി മുസ്ലിം കൂടിയാണ്. ബക്സിനോട് ഗുസ്തി പിടിക്കാൻ ട്രാൻസ്പോർട്ട് ജീവനക്കാരെല്ലാവരും കൂടി ഒരു ചാത്തന്നൂർകാരൻ ഡ്രൈവർ സുകുമാരനെയാണ് രംഗത്തിറക്കിയത്. ഗുസ്തി തുടങ്ങുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പ് വേളയിൽ സുകുമാരന് ഭക്ഷണമായി എന്നും 2 കിലോ ഏത്തപ്പഴം, 60 താറാമുട്ട, 3 കിലോ മട്ടൻ, 1 കലം ചോറ്, അതിന് കൂട്ടാൻ പറ്റിയ ചില കറികൾ. ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ ഫയൽവാനെ പിരിവെടുത്ത് തീറ്റിച്ചതോടെ സുകുമാരൻ ഒരു വലിയ ഭീമനായ മനുഷ്യനായി മാറി. ഗുസ്തി മത്സരത്തിൻ്റെ അന്ന് കൊല്ലം ആശ്രമ മൈതാനത്തിലെ ഗോതയ്ക്ക് ചുറ്റും ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ബക്സിനു വേണ്ടി കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും കിളികൊല്ലൂരിലെയും രണ്ടാംകുട്ടിയിലെയും മുസ്ലിങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. സഹപ്രവർത്തകനായ സുകുമാരനു വേണ്ടി നല്ല ഉഷിരൻ തടിമാടന്മാരായ ട്രാൻസ്പോർട്ട് തൊഴിലാളികളും അവിടെ ഉണ്ടായിരുന്നു. ഫയൽവാന്മാർ ഇരുവരും നേർക്കുനേർ മല്ലിട്ടു. അവർ പരസ്പരം തള്ളി നോക്കി. തടിയനായ സുകുമാരൻ്റെ ഒരൊറ്റ തള്ളലിൽ ഇമാം ബക്സ് പിറകിലേക്ക് തെറിച്ച് ഗോതയുടെ പുറത്തു ചെന്ന് വീണു. ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ എല്ലാവരും ആവേശം കൊണ്ട് ആർത്തു വിളിച്ചു, അവനെ തൂക്കിയടിയടാ സുകുമാര, കൊല്ലടാ. സുകുമാരൻ്റെ മുന്നോട്ടടുത്ത് വന്ന് ബക്സ് സുകുമാരന് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് സുകുമാരൻ്റെ കൈവിരലുകളിൽ തൂക്കിയെടുത്ത് നിലത്തങ്ങിട്ട് ഒറ്റയടി. ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ എല്ലാവരും അരിശം കൊണ്ട് ഇതടിയല്ല എന്ന് ആക്രോശിച്ചു. മൂന്നാമതും സുകുമാരൻ ഫയൽവാനെ ഇമാം ബക്സ് തൂക്കിയടിച്ചപ്പോഴും ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ പ്രതിഷേധം മൂർച്ഛിച്ചതല്ലാതെ ഒന്നും നടന്നില്ല. മൂന്നാമത്തെ അടിയിൽ മലമൂത്ര വിസർജനം പോലും നടന്നതോടെ സഹപ്രവർത്തകരെ നോക്കി ചെവി പൊട്ടുന്ന തെറി പറഞ്ഞ് സുകുമാരൻ വളരെ ദയനീയമായി പറഞ്ഞു, നിങ്ങളെന്നെ കൊല്ലിച്ചേ അടങ്ങുമല്ലേ. ദാണ്ട് ഇതുപോലെയാണ് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെയും കഥന. വോട്ടെടുപ്പെല്ലാം കഴിഞ്ഞു. റിസൾട്ട് വരാൻ ഇനിയും 1 മാസം കാത്തിരിക്കണം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തൂക്കിയടിച്ചുവെന്ന് ഉറപ്പായിട്ടും നിലത്ത് ലങ്കോട്ടി കഴിഞ്ഞ് കിടക്കുന്ന ഗോപി അണ്ണൻ്റെ മുഖത്ത് ദൈന്യതയല്ല, അഹങ്കാരമാണ് തുടിക്കുന്നത്. അണികൾ അടിയല്ല എന്ന് ആരവം ഉയർത്തുമ്പോൾ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തൂക്കിയടിച്ചുവെന്ന് ഉറപ്പായിട്ടും നിലത്ത് മുണ്ടഴിഞ്ഞ് കിടക്കുന്ന ഗോപിയുടെ മുഖത്ത് അഹങ്കാരം തന്നെയാണ് തിളച്ചു മറിയുന്നത്. ഗോപി ആശാൻ പറയുന്നത് മുകളിലിരിക്കുന്നയാൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നാണ്. പിന്നെ അങ്ങോട്ട് ഒരുതരം അഹങ്കാരത്തിൻ്റെ ഭീമത്സമായ എന്തോ ഒന്ന് മുഖത്ത് പൊട്ടിവിടരുകയാണ്. ഞാൻ കേന്ദ്രമന്ത്രി ആയില്ലെങ്കിലും എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 കേന്ദ്രമന്ത്രിമാരെ വിട്ടുതരണമെന്ന് ഞാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടത്രേ. പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി 5 മന്ത്രി സുമുഖന്മാർ. അതായത് താൻ ജയിച്ചാൽ പട്ടാളത്തെയും കേന്ദ്രസേനയും കേരളത്തിലിറക്കി അങ്ങ് മലയാളികളെ ആകെ ഒലത്തിക്കളയുമെന്നാണ് പറയുന്നത്. തോൽവിയുടെ വീഴ്ചയിൽ സുരേഷ് ഗോപിയുടെ തലയ്ക്കും എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കിനാവിലുള്ള കേന്ദ്രമന്ത്രിമാർ ഇനിയും എത്രയോ പേർ. തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ തന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നേരത്തെ തന്നെ നന്ദിയൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു. കേന്ദ്രമന്ത്രി ആയാലും തിരുവനന്തപുരത്ത് താനൊരു ഓഫീസ് തുറന്ന് ജനങ്ങളെ സേവിക്കുമെന്നാണ് മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത്. 18 വർഷം കർണാടകയിൽ നിന്ന് രാജ്യസഭാംഗമായിരുന്നിട്ടും അവിടെ കാശിൻ്റെ വികസനം നടത്താത്ത മഹാനാണ് അനന്തപുരിയെ എടുത്ത് മറിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് തള്ളുന്നത്. പരാജയത്തിന് മുന്നോടിയായി എവിടെയോ ഒരു പിരി ലൂസായി പോയെന്ന് സംശയമാണ്. 3ാം സ്ഥാനത്തെത്തുമെന്ന് ഉറപ്പായ ആലപ്പുഴയിലെ BJPയിലെ തന്നെ ചാരത്തി ശോഭാ സുരേന്ദ്രനാകട്ടെ ആലപ്പുഴയ്ക്കൊരു കേന്ദ്ര വനിതാ മന്ത്രി എന്ന ബോർഡ് വെച്ചായിരുന്നു പ്രചാരണം നടത്തിപ്പോയത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണെന്നത് മറ്റൊരു വിഷയം. എന്തിന്, ആലപ്പുഴയിൽ ഇപ്പോൾ MP ഓഫീസ് തന്നെ തുറന്നു കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. താൻ കേന്ദ്രമന്ത്രിയാകുമെന്നും ആറ്റിങ്ങലിനെ സ്വർഗമാക്കുമെന്നൊക്കെയാണ് V മുരളീധരൻ പറയുന്നത്. വയനാട്ടിൽ താൻ ജയിച്ചാലും തോറ്റാലും കേന്ദ്രമന്ത്രിയാകുമെന്ന് കുന്നുമ്മൽ സുരേന്ദ്രൻ എന്ന ഗണപതിവട്ടം സുരേന്ദ്രനും പറയുന്നുണ്ട്. തോറ്റാൽ ഗണപതിവട്ടമല്ല കുതിരവട്ടം സുരേന്ദ്രനാകുമെന്ന് അറിയാമായിരുന്നിട്ടും അദ്ദേഹവും ഞാൻ കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞുവെന്ന് സ്വയം വേഷം കെട്ടുകയാണ്. ചുരുക്കത്തിൽ കേരളത്തിൽ കേന്ദ്രമന്ത്രിമാരെ തട്ടിമുട്ടി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. നിയമവാഴ്ചയും ഭരണഘടനയും തകർന്നു വീഴുന്ന ഭീകര ദൃശ്യങ്ങൾക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ നമ്മുടെ മഹത്തായ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്ന ക്രൂര സത്യം നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ആകെ മോദി തൻ്റെ അടിമകളാക്കി ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടലംഘനം മോദിയുടെ മാത്രം കുത്തുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. കൊടുമൻ പോറ്റിയുടെ ഭ്രമയുഗം പോലെ ഒരലമ്പ് മോദിയുഗം. കോൺഗ്രസ്സുകാർ ഹിന്ദുക്കളുടെ കെട്ടുതാലികളും ഭൂസ്വത്തും പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യാൻ പോകുന്നുവെന്ന മോദിയുടെ ജീർണമായ വിദ്വേഷ പ്രചാരണത്തിനും കലാപാഹ്വാനങ്ങൾക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കോടതിയോ കേസെടുക്കാതെ കണ്ണും പൂട്ടിയിരിപ്പാണ് ഇപ്പോഴത്തെ അവരുടെ പ്രധാന പണി.
കണ്ടാലും കണ്ടില്ലെന്ന മട്ട്.